അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യവും ശക്തിയും കൊണ്ടും ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസത്തിന്റെ മാധുര്യം കൊണ്ടുമാണ് ഏറ്റവും അധികം അമ്പലപ്പുഴ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഗുരുവായൂരപ്പൻ പോലും ഉച്ചസമയത്ത് പാൽപായസം കഴിക്കുന്നതിന് വേണ്ടി അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അമ്പലപ്പുഴ പാൽപായസത്തിന്റെ രുചി എന്ന് പറയുന്നത് എന്താണെന്ന് അത് കഴിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു പാത്രത്തിനടുത്ത് കഴിക്കാൻ തുടങ്ങിയാൽ അവസാനത്തെ തുള്ളി വരെ ഇറ്റ് നാവിലോട്ട് വീണാലും വീണ്ടും അത് പോരാ എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് അതിനുള്ളത്. ഉച്ചസമയത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപായസ നിവേദ്യം നടക്കുന്ന സമയത്ത് അമ്പലപ്പുഴ പാൽപായസം ഉണ്ണുവാൻ ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോകുമെന്നും അതുകൊണ്ട് ഗുരുവായൂര് ഉച്ചപൂജ കഴിഞ്ഞാൽ നടയടച്ച് ശീവേലി രണ്ടാമത് വൈകുന്നേരം നട തുറക്കുമ്പോൾ മാത്രം മതിയെന്നും നിശ്ചയിച്ചുവെന്നും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഇത് വെറും കഥ മാത്രമല്ല, ഈ ചരിത്രത്തിന്റെ പിന്നിൽ ഒരു സത്യം ഉണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്റെ ഉച്ചപൂജ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയോടുകൂടിയാണ്. ആ സമയത്താണ് അമ്പലപ്പുഴ പാൽപായസത്തിന്റെ നിവേദ്യം നടക്കുന്നത്. ആ സമയത്ത് പലപ്പോഴും നോക്കുകയാണെങ്കിൽ തിരപ്പള്ളിയുടെയും ശ്രീകോവിന്റെയും മുകളിലായിട്ട് ഗരുഡൻ വട്ടപ്പെട്ട് പറക്കുന്നതാണ്. ഗുരുവായൂരപ്പൻ ആ സമയത്ത് എത്തുന്നതാണെന്നാണ് സങ്കല്പം. നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും. നമ്മുടെ ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, കുടുംബാംഗങ്ങൾ നിന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും തരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ വിലയേറിയ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ വിശേഷങ്ങളാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കം തന്നെ ആയിരിക്കും. ക്ഷേത്രത്തിൽ ഈ ഉണ്ണിക്കണ്ണൻ കാണിക്കുന്ന മായാജാലങ്ങൾ ഒട്ടനവധിയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ പാൽപായസം ഒരിക്കലെങ്കിലും കുടിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ മാധുര്യത്തെക്കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയ്ക്ക് മധുരമാണ് ഇവിടുത്തെ പാൽപായസം. ഒരു പായസവും ഈ ഒരു പായസത്തിൻ്റെ മധുരത്തിൻ്റെ 7 വരത്തില്ല. ഇനി ഷുഗർ രോഗികൾക്കൊക്കെ ആണെങ്കിൽ ഈ പായസം കുടിച്ചാൽ ഷുഗറിനൊന്നും കൂടുവന്ന് യാതൊരു പേടിയും വേണ്ട. കാരണം ഷുഗറൊക്കെ നോർമലായിരിക്കും. അതൊക്കെ ഒരുപാട് പേരാണ് അനുഭവിച്ചത്. എന്തായാലും ഈ ഒരു പാൽപായസത്തിന് ഇത്രയ്ക്ക് മധുരം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഇന്നും അവ്യക്തമാണ്. ശരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഈ ഒരു മധുരത്തിന് കാരണം കണ്ണൻ്റെ മായാജാലം തന്നെയാണ്. ഈ ഒരു പായസത്തിൻ്റെ മധുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഈ പായസം ഉണ്ണാൻ അമ്പലപ്പുഴയിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. എന്നാൽ ഉച്ചപൂജയ്ക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഈ ഒരു പാൽപായസം ഉണ്ണാൻ അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ക്ഷേത്രത്തിലെത്തിയാൽ നിങ്ങൾ തൊഴുന്നത് ഗുരുവായൂരപ്പനെ കൂടായിരിക്കും. അതെ, അങ്ങനെ ഗുരുവായൂരപ്പൻ പോലും ഈ ഒരു പായസത്തിൻ്റെ മധുരത്തിൽ വീണുവെന്നാണ്. അതായത് ഈ ഒരു പായസത്തെക്കുറിച്ച് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു പായസത്തിൽ ചേർക്കേണ്ട ചേരുവകളല്ലാതെ, അതുപോലെ മണിക്കിണർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട്, അവിടുത്തെ ശുദ്ധജലം, അതിൽ വെള്ളം ഉപയോഗിക്കുക, ഇതൊക്കെയല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു പായസത്തിൻ്റെ വിശേഷവും കണ്ണൻ്റെ മായാജാലങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കണ്ണൻ്റെ ഭക്തനായിട്ടുള്ള രാജീവ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. എൻ്റെ പേര് രാജീവ്. ഞാൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര വികസന ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും കഴിഞ്ഞ 36 വർഷങ്ങളായിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിമാസ സപ്താഹയജ്ഞ പരമ്പരയുടെ കോർഡിനേറ്ററുമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിലുള്ള മഹാക്ഷേത്രങ്ങളിൽ വെച്ച് പലതുകൊണ്ടും താന്ത്രികമായാണെങ്കിലും ശരി, അതല്ലാതെ ഈശ്വര ചൈതന്യത്തിൻ്റെ ആധിക്യം കൊണ്ടാണെങ്കിലും പ്രഥമ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രഥമ സ്ഥാനത്ത് തന്നെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരദേവതയും കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടമാളൂരിൽ നിന്ന് വന്ന ചെമ്പകശ്ശേരി രാജാക്കന്മാർ നബരാക്കൽ എന്ന് പറയുന്ന സ്ഥലത്തൊരു കൊട്ടാരത്തിൽ അവിടെ ഒരു മുരുകൻ്റെ ക്ഷേത്രവും
പണിത് അവിടെയായിരുന്നു രാജ്യഭരണം ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്നത്. എന്നാൽ ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാര് ഇപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സമുച്ചയം നിൽക്കുന്ന ഭാഗത്ത് ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കുകയും ഭഗവാന്റെ പുല്ലാങ്കുഴൽ ശബ്ദം കേൾക്കുകയും ചെയ്തു എന്നും തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണിയുകയും അതിനോട് ചേർന്ന് തന്നെ ചെമ്പകശ്ശേരി കൊട്ടാരം നിർമ്മിച്ച് അവിടെ രാജാവ് താമസം മാറ്റുകയും ചെയ്തത് എന്നാണ് ചരിത്രം രേഖകളിൽ പറയുന്നത്. പലതുകൊണ്ടും പ്രസിദ്ധമാണ് അമ്പലപ്പുഴ ക്ഷേത്രം എങ്കിലും അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യവും ശക്തിയും കൊണ്ടും ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മാധുര്യം കൊണ്ടുമാണ് ഏറ്റവും അധികം അമ്പലപ്പുഴ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഗുരുവായൂരപ്പൻ പോലും ഉച്ചസമയത്ത് പാൽപ്പായസം കഴിക്കുന്നതിന് വേണ്ടി അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് വടക്കൻ മലബാറിലുള്ള ക്ഷേത്രങ്ങളെല്ലാം ടിപ്പു കൊള്ളയിടുകയും ഗുരുവായൂർ ക്ഷേത്രവും അപ്രകാരം നശിപ്പിക്കപ്പെടും എന്നുള്ള ആ ഒരു ഭയത്തിൽ അന്ന് അവിടുത്തെ ഓദിക്കന്മാര് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ചെമ്പകശ്ശേരിയിൽ കൊണ്ടുവരികയും അങ്ങനെ ചെമ്പകശ്ശേരിയിൽ ഒരു ശ്രീകോവിൽ ഉണ്ടാക്കിയിട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തോട് തന്നെ ചേർത്ത് ഒരു ശ്രീകോവിൽ ഉണ്ടാക്കി അവിടെ ഗുരുവായൂർ നട എന്ന പേരും കൊടുത്ത് അവിടെ ഭഗവാനെ 12 വർഷക്കാലം ഇരുത്തി പൂജിച്ചു എന്നും അതിനുശേഷം തിരിച്ച് ടിപ്പുവിന്റെ മടക്കത്തിന് ശേഷം ഗുരുവായൂരിലേക്ക് തന്നെ ഈ വിഗ്രഹം കൊണ്ടുപോയി എന്നും ചരിത്രം പറയുന്നു. അതിനുശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉച്ചപൂജ സമയത്ത് പാൽപ്പായസ നിവേദ്യം നടക്കുമ്പോൾ ചില തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ എന്തൊക്കെയോ ചില ലക്ഷണങ്ങൾ കാണപ്പെടുകയും അതിന്റെ കാരണം ദൈവജ്ഞന്മാരെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ ഗുരുവായൂരപ്പന് അമ്പലപ്പുഴ പാൽപ്പായസം വേണം എന്ന് കണ്ടു എന്നുമാണ് പറയുന്നത്. അപ്പൊ അതിന് പരിഹാരമായിട്ട് അന്ന് സാമൂതിരി രാജാവും ചെമ്പകശ്ശേരി തമ്പുരാനും കൂടി ആലോചിച്ച് സാമൂതിരി രാജാവ് ഗുരുവായൂർ പാൽപ്പായസ വഴിപാട് പ്രത്യേകമായി പടിത്തരമാക്കുകയും അതുപോലെ തന്നെ അവിടെ അത് നിവേദിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ആദ്യം കണ്ട തരത്തിലുള്ള ആ നിമിത്തങ്ങളൊന്നും തന്നെ മാറ്റം വരാതിരുന്നത് കൊണ്ട് അതിന് പരിഹാരം വീണ്ടും ആരാഞ്ഞപ്പോൾ ഉച്ചസമയത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നടക്കുന്ന സമയത്ത് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ണുവാൻ ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോകുമെന്നും അതുകൊണ്ട് ഗുരുവായൂര് ഉച്ചപൂജ കഴിഞ്ഞാൽ നടയടച്ച് ശീവേലി രണ്ടാമത് വൈകുന്നേരം നട തുറക്കുമ്പോൾ മാത്രം മതിയെന്നും നിശ്ചയിച്ചുവെന്നും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഇത് വെറും കഥ മാത്രമല്ല, ഇതിന്റെ ഈ ചരിത്രത്തിന്റെ പിന്നിൽ ഒരു സത്യം ഉണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കാരണം അത്രത്തോളം ഗുരുവായൂരപ്പന് പോലും പ്രിയങ്കരമായ പാൽപ്പായസമാണ് അമ്പലപ്പുഴയിൽ നിവേദിക്കുന്ന ഈ അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറയുന്ന ആ മധുര നിവേദ്യം. അമ്പലപ്പുഴ കൃഷ്ണന് പാൽപ്പായസം നിവേദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന മുഴുവൻ പാൽപ്പായസവും നടയിൽ കൊണ്ടുവരണമെന്നും പാൽപ്പായസത്തിന്റെ അളവുപാത്രം വരെ നടയിൽ കൊണ്ടുവന്ന് ഭഗവാൻ അത് കാണണം എന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യവുമാണ്. പാലും പഞ്ചസാരയും അരിയും കിണറിൽ നിന്ന് കോരുന്ന വെള്ളവും അല്ലാതെ മറ്റ് യാതൊരു ചേരുവകളും ഈ പാൽപ്പായസത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. എങ്കിൽ പോലും അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ പാൽപ്പായസത്തിന് തുല്യമായിട്ട് രുചിയുള്ള മറ്റൊരു വിഭവമില്ല. അതിന് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പകരമായിട്ട് അമ്പലപ്പുഴ പാൽപ്പായസം മാത്രമേ ഉള്ളൂ. ഇതേ കൂട്ടും ഇതേ വാർപ്പും ഇതുണ്ടാക്കുന്ന ആളുകളുമായിട്ട് തിരുവിതാംകൂർ മഹാരാജാവ് വരെ കൊണ്ടുപോയി അവിടെ പാൽപ്പായസം ഉണ്ടാക്കി നോക്കിയെന്നും എന്നിട്ട് പോലും അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചി അതിന് ലഭിച്ചില്ല എന്നും അത് അമ്പലപ്പുഴ കൃഷ്ണന്റെ ചൈതന്യം തന്നെയാണെന്നും അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മഹത്വം ആ കൃഷ്ണ ചൈതന്യത്തിന്റെ പ്രത്യേകതയാണെന്നും തെളിഞ്ഞിട്ടുള്ള ഒരു കാര്യവുമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാകുന്നതിനും ചില കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു നിവേദ്യമായിട്ട് അമ്പലപ്പുഴയിൽ ശരിക്കും താന്ത്രിക വിധി പ്രകാരം ഇവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടന്ന സമയത്ത് താന്ത്രിക വിധി പ്രകാരം നിശ്ചയിച്ച പ്രധാന നിവേദ്യം എന്ന് പറയുന്നത് പഞ്ചസാര ശൈശ്യം എന്നറിയപ്പെടുന്ന ഒരു നിവേദ്യമായിരുന്നു. പാൽപ്പായസം പോലെ തന്നെ ഇരിക്കുമെങ്കിലും കദളിപ്പഴവും ചുക്കും ജീരകപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ചേർക്കും. അതാണ് അതിന്റെ വ്യത്യാസം. രുചിയിലും വ്യത്യാസമുണ്ട്.
പക്ഷേ അമ്പലപ്പുഴ പാൽപ്പായസം എപ്രകാരമാണ് ഇവിടുത്തെ ഒരു പ്രധാന നിവേദ്യമായിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ, കുട്ടനാട് അടങ്ങിയ ചെമ്പകശ്ശേരി രാജ്യത്ത് ഒരു കാലത്ത് വെള്ളപ്പൊക്കവും മറ്റും ഉണ്ടായി വലിയ കൃഷിപ്പിഴ തുടർച്ചയായിട്ടുണ്ടാവുകയും രാജ്യത്ത് അതിദാരിദ്ര്യം അനുഭവപ്പെടുകയും ചെയ്തുവെന്നും ആ ദാരിദ്ര്യത്തിൽ നിന്ന് പ്രജകൾക്ക് അല്പം എങ്കിലും ഒരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധനാഢ്യനായിട്ടുള്ള ഒരു ജന്മിയുടെ കയ്യിൽ നിന്നും, തലവടിയിലുള്ള ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ നിന്നും രാജാവ് കുറെ നെല്ല് വായ്പയായി വാങ്ങിയെന്നും അത് പറഞ്ഞ സമയത്തിന് രാജാവിന് മടക്കി കൊടുക്കാൻ സാധിച്ചില്ല എന്നും ഒടുവിൽ ഈ ബ്രാഹ്മണൻ ആ നെല്ല് മടക്കി ചോദിച്ചുവെന്നും ആ മടക്കി ചോദിച്ച സമയത്ത് രാജാവിന് കൊടുക്കാൻ സാധിക്കാതെ വന്ന് ധർമ്മസങ്കടത്തിൽ ആയി എന്നും പറയപ്പെടുന്നു. രാജാവ് ഇത് മന്ത്രിമാരോടും മറ്റ് സേനാ നായകന്മാരുടെ ഒക്കെ ഈ കാര്യങ്ങള് ചർച്ചയിൽ സഭ കൂടി ചർച്ചയിലെടുക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന നെല്ലെല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ നടയ്ക്കൽ കൂമ്പാരമായി കൂട്ടി, എന്നിട്ട് ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ നെല്ലുകളെല്ലാം ഇവിടുന്ന് മാറ്റണമെന്നും അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉച്ചപൂജയ്ക്ക് മുടക്കം വരാത്ത രീതിയിൽ മാറ്റിയില്ല എങ്കിൽ അതിന് തക്ക ശിക്ഷ ബ്രാഹ്മണൻ അനുഭവിക്കേണ്ടി വരും എന്നും ഒരു വിളംബരവും കൊടുത്തു. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ബുദ്ധിമാനായ മന്ത്രി രാജ്യത്തുണ്ടായിരുന്ന വള്ളക്കാരോട്, അന്ന് ചുമട്ടുകാരും വള്ളക്കാരും ഒക്കെ ഉള്ളത്, ഇന്നത്തെ പോലെയുള്ള വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ചുമട്ടുകാരോടും വള്ളക്കാരോടും എല്ലാം ഈ ബ്രാഹ്മണൻ വിളിച്ചാൽ ഈ നെല്ല് കൊണ്ടുപോകാനായിട്ട് കൂടെ ചെല്ലരുത് എന്നൊരു ഉത്തരവും കൂടെ കൊടുത്തിരുന്നു. ഉച്ചപൂജയുടെ സമയമായിട്ടും ഈ നെല്ല് മാറ്റാൻ സാധിക്കാതെ വന്ന ബ്രാഹ്മണന് ഒടുവിൽ ഭഗവാന്റെ നടയിൽ ഈ നെല്ല് 3 പിടി വാരി വെച്ചിട്ട്, ഈ നെല്ല് മുഴുവൻ ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു, ഇതിന്റെ പലിശ കൊണ്ട് നിത്യേന ഭഗവാന് പാൽപ്പായസം വഴിപാടാക്കണം എന്ന് പറഞ്ഞു എന്നും, അങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം ഒരു മഹാനിവേദ്യമായിട്ട് ഇവിടെ ആരംഭിച്ചതെന്നും ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. എന്തായാലും അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചി എന്ന് പറയുന്നത് എന്താണെന്ന് അത് കഴിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരു പാത്രത്തിനടുത്ത് കഴിക്കാൻ തുടങ്ങിയ അവസാനത്തെ തുള്ളിവരെ ഇറ്റ് നാവിലോട്ട് വീണാലും വീണ്ടും അത് പോരാ എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് അതിനുള്ളത്. കുഞ്ചൻ നമ്പ്യാരെ കൊണ്ട് പോലും പഞ്ചസാര പാൽപ്പായസത്തിന്റെ മാധുര്യത്തെക്കുറിച്ച് എത്രയോ ശ്ലോകങ്ങൾ എഴുതി, എത്രയോ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് രചിച്ചതും രാജാവിന്റെ മുന്നിൽ പറഞ്ഞതുമായിട്ടുള്ള എത്രയോ കഥകളും അതുപോലെ തന്നെ എത്രയോ കവിതകളുമൊക്കെ പാൽപ്പായസത്തിന്റെ മാധുര്യത്തെക്കുറിച്ച് ഒക്കെ പറയുന്നു. അമ്പലപ്പുഴ പാൽപ്പായസം ഏതാണ്ട് 11:30 മണിയോടുകൂടിയാണ് അമ്പലപ്പുഴയിൽ നേദിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത്. ഏതാണ്ട് വെളുപ്പിന് 5 മണിക്ക് തുടങ്ങുന്ന അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ വെള്ളം തിളപ്പിക്കുക, പിന്നീട് പാല് ഒഴിക്കുക, പിന്നീട് അത് കഴിഞ്ഞ് അരിയിടുക, ഏറ്റവും ഒടുവിൽ പഞ്ചസാര ഏതാണ്ട് ഒരു 11:30 മണിയോടുകൂടി പഞ്ചസാര ഇടാറാകുമ്പോൾ ഈശാന്തിമാര് ആ തിടപ്പള്ളിയുടെ വാതിക്കൽ നിന്ന് വാസുദേവോ എന്ന് ഉറക്കെ വിളിക്കുകയും അത് കേട്ടിട്ട് അകത്ത് നിന്ന് പാൽപ്പായസം ചേർക്കുന്നുള്ള പഞ്ചസാര അതിന്റെ അളവനുസരിച്ച് കൊണ്ടു കൊടുക്കുകയും അത് ചേർത്ത് കഴിഞ്ഞാൽ പാൽപ്പായസം പിന്നെ കുറുകി പറ്റി അതിന്റെ ജ്വാലയെല്ലാം ശമിപ്പിച്ചതിന് ശേഷം ക്രമേണ അത് കോരിയെടുത്ത് ഭഗവാൻ അകത്ത് കൊണ്ടുപോയി നിവേദിക്കുകയാണ് ചെയ്യുന്നത്. 11:30-11:45 മണിയോടുകൂടി അകത്ത് എത്തും. എൻ്റെ ഉച്ചപൂജ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയോടുകൂടിയാണ്. ആ സമയത്താണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ നിവേദ്യം നടക്കുന്നത്. ആ സമയത്ത് പലപ്പോഴും നോക്കുകയാണെങ്കിൽ തിടപ്പള്ളിയുടെയും ശ്രീകോവിന്റെയും മുകളിലായിട്ട് ഗരുഡൻ വട്ടപ്പെട്ട് പറക്കുന്നതാണ്. ഗുരുവായൂരപ്പൻ ആ സമയത്ത് എത്തുന്നതാണെന്നാണ് സങ്കല്പം. ഭഗവാന്റെ അത്ഭുതമായ ലീലകൾ കൊണ്ടും പേര് കേട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എത്രയോ പേർക്ക് നമുക്കറിയാം. ഇവിടെ പലരും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാര് തൊട്ടിൽ ഇവിടെ കൊണ്ടുവന്ന് മണ്ഡപത്തിൽ കെട്ടാറുണ്ട്. ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ചെറിയ തൊട്ടിലുകൾ സങ്കല്പിച്ച് അവിടെ കൊണ്ടുവന്ന് കെട്ടി ഭഗവാനെ പ്രാർത്ഥിക്കുകയും അവർക്ക് കുട്ടികളുണ്ടായതിനു ശേഷം രണ്ടാമത് വന്ന ആ തൊട്ടിലഴിച്ച് വീണ്ടും വഴിപാട് കഴിച്ച് കുട്ടികൾക്ക് അവിടെ വെച്ച് ചോറും കൊടുത്ത് പോകുന്ന ഒരു ഇത് കാണാറുണ്ട്. ധാരാളം പേരങ്ങനെ ഇല്ലാത്ത ദമ്പതികൾ ധാരാളം ഇവിടെ വന്ന് സന്താന ഭാഗ്യം ലഭിച്ച കാര്യങ്ങൾ അനുഭവസ്ഥർക്കറിയാം. അതുപോലെ തന്നെ വിവാഹം താമസിക്കുന്ന യുവാക്കളും യുവതികളും ഇവിടെ വന്ന് ഭഗവാനെ സേവിച്ച് വളരെ വേഗം നല്ല തരത്തിലുള്ള ദാമ്പത്യം ലഭിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിന്റെ അത്താഴപൂജ കഴിഞ്ഞുള്ള അത്താഴശീവേലിയും അത്താഴശീവേലി കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞ് തൃപ്പുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. തുടർച്ചയായിട്ട് 12 തൃപ്പുകയെങ്കിലും തൊഴുന്നവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യം
നടക്കും എന്നാണ് വിശ്വാസവും അനുഭവവും. അങ്ങനെ ഏതുകൊണ്ടും ഭഗവാന്റെ അനുഗ്രഹ കരകൾ കൊണ്ടും ഏറ്റവും അധികം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്നിധിയും കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ഭഗവാനെ നേരിട്ട് ഈ ശ്രീകോവിലൊക്കെ ചിലപ്പോൾ മേൽശാന്തിമാർക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭക്തർക്ക് അനുഭവം ഉണ്ടാവും, കണ്ട പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സാന്നിധ്യം പോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാവും. മേൽശാന്തി നേരിട്ട് ഭഗവാനെ കണ്ടതായിട്ടുള്ള ഒരു അനുഭവം ഇവിടെ മുൻകാലത്തുണ്ടായിരുന്ന ഒരു കോയ്മസ്ഥാനി ജനാർദ്ദനപ്പള്ളി, ഇപ്പോഴത്തെ കോയ്മസ്ഥാനിയുടെ അച്ഛൻ കോയ്മസ്ഥാനി ജനാർദ്ദന പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹം ഒരിക്കലെ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഇവിടെ ഇപ്പോൾ ദീപാരാധന നടക്കുന്നത് ക്ഷേത്രത്തിന്റെ നട അകത്ത് ശ്രീകോവിലിന്റെ നട അടക്കുകയാണ്. ശ്രീകോവിലിന്റെ വെളിയിൽ നിന്നുകൊണ്ടാണ്, തുറന്ന് വെച്ചുകൊണ്ട് വെളിയിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ സന്ധ്യയ്ക്കുള്ള ദീപാരാധന നടക്കുന്നത്. മറ്റു പല പല മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ അകത്ത് കയറി നട അടച്ചതിന് ശേഷം അകത്ത് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അകത്ത് നട തുറന്ന് അങ്ങ് ദീപാരാധന നടക്കുകയാണ്. പക്ഷെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ മാത്രം വെളിയിൽ നിന്നുകൊണ്ട് ആ ദീപാരാധന സമയമാകുമ്പോൾ മേശാന്തി വരുന്നു, കീശാന്തി വിളക്കുകൾ തെളിച്ചു കൊടുക്കുന്നു. അത് വെളിയിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് ദീപാരാധന സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത്. മുൻകാലത്തൊരു മേൽശാന്തി അകത്തിരുന്ന് ദീപാരാധനയുടെ സമയമായപ്പോൾ വളരെ സമയമായിട്ട് നട തുറക്കാതിരുന്നപ്പോൾ കുറച്ചു കഴിഞ്ഞ് നട പുറത്തു നിന്ന ആൾക്കാരെ നട ബലമായിട്ട് തുറന്ന് നോക്കിയപ്പോൾ അകത്ത് ഭഗവാനെ കണ്ടതിന് ശേഷം അനക്കമില്ലാതിരിക്കുന്ന മേൽശാന്തിയാണ് അകത്ത് കണ്ടതെന്നും അതിനുശേഷം ദീപാരാധനയ്ക്ക് നട അടയ്ക്കേണ്ട, വെളിയിൽ നിന്ന് ദീപാരാധന നടത്തിയാൽ മതി എന്ന് ഒരു താന്ത്രികമായ ഒരു നിർദ്ദേശം ഉണ്ടായി എന്നും ഒരു കഥ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. മേൽശാന്തി എന്താ കണ്ടാന്ന് വല്ലതും? ഭഗവാനെ കണ്ടു എന്നാണ് പറഞ്ഞത്. ഭഗവാനെ അകത്ത് കണ്ടു എന്നാണ് പറഞ്ഞത്. അത് ഏത് രൂപത്തിൽ? ബാലനായിട്ടോ അങ്ങനെ? ബാലനായിട്ട്, ബാലഗോപാലന്റെ രൂപത്തിലാണ്. ബാലഗോപാലൻ ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠ പാർത്ഥസാരഥിയാണെങ്കിലും പൂജാ സങ്കല്പങ്ങളെല്ലാം ബാലഗോപാലന്റെ സങ്കല്പമാണെന്നാണ് പറയുന്നത്. ഉണ്ണിക്കണ്ണന്റെ സങ്കല്പമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ ക്ഷേത്രം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് വില്ലുമംഗല സ്വാമിയാര് ഭഗവാന്റെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള വലിയ ആലിന്റെ മുകളിൽ ഭഗവാനെ കണ്ടുവെന്നും അങ്ങനെ ഭഗവാൻ ഓടക്കുഴൽ വായിക്കുന്നത് കണ്ടിട്ട് നവരാക്കിൽ പോയിട്ട് ചെമ്പകശ്ശേരി തമ്പുരാനോട് ഇവിടെയൊക്കെയുള്ള കൃഷ്ണ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞ് ഇവിടെ ക്ഷേത്രം പണിയിച്ചു എന്നാണ് പറയുന്നത്. അതേ വില്ലുമംഗല സ്വാമിയാര് മറ്റൊരു അവസരത്തിലും ഭഗവാനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടതായിട്ട് പറയുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവം ഈ കേരള തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ മലബാറിലോ അന്ന് അങ്ങനെയാണല്ലോ, ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഉത്സവമായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. 9ാം ഉത്സവ ദിവസം കൊടിയേറി കഴിഞ്ഞാൽ ഇവിടെ 10 ദിവസവും സദ്യയാണ്, വലിയ ഗംഭീരമായ സദ്യയാണ്. അക്കൂട്ടത്തിൽ 9ാം ഉത്സവത്തിന്റെ അന്ന് ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും, ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും പരിചാരകർക്കും എല്ലാം തന്നെ അതിഗംഭീരമായ സദ്യയാണ്. ആറന്മുള വള്ളസദ്യ പോലെ 64 കൂട്ടം വിഭവങ്ങളോടുകൂടി 5 കൂട്ടം പായസം, 5 കൂട്ടം ഉപ്പേരി, 5 കൂട്ടം ഉപ്പിലിട്ട വിരള്, അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയാണ്. അങ്ങനെ ആ സദ്യ നടക്കുന്ന നാടകശാലയിലായിരുന്നു. അപ്പൊ അങ്ങനെ നാടകശാലയിൽ സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ഉത്സവബലി നടക്കുന്നു. അപ്പം വില്ലുമംഗല സ്വാമിയാർ അകത്ത് ചെന്നപ്പോൾ ദേവന്മാർക്കുള്ള സദ്യയാണ് ഉത്സവബലി എന്ന് പറയുന്നത്. ദേവന്മാർക്ക് ഭഗവാൻ നേരിട്ട് മരപ്പാണി കൊട്ടി ദേവന്മാരെ ക്ഷണിച്ചു വരുത്തി അവർക്ക് നേരിട്ട് ഭഗവാൻ കൊടുക്കുന്ന സദ്യയാണ് ഉത്സവബലി എന്നാണ് താന്ത്രികമായ ചടങ്ങുകളുടെ സങ്കല്പം. അപ്പൊ അങ്ങനെ അവിടെ അത് നടക്കുമ്പോൾ ഭഗവാനെ ഈ ഉത്സവബലി നടക്കുന്ന സ്ഥലത്ത് കാണുന്നില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വില്ലുമംഗല സ്വാമിയാർക്ക് ആലോചിച്ചിട്ട് പിടികിട്ടിയില്ല. അപ്പം ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഭഗവാനുണ്ട്. ഭഗവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചുകുട്ടിയാണ്, ബാലഗോപാലനാണ്, കുസൃതി അല്പം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എവിടെങ്കിലും കാണും, എന്തെങ്കിലും കുസൃതത്തരം കാണുമെന്ന് വില്ലുമംഗലത്തിന് അറിയാം. വില്ലുമംഗലം ഇവിടെ മുഴുവൻ പരതിയപ്പോൾ നാടകശാലയിൽ നടക്കുന്ന സദ്യക്ക് ഭഗവാൻ നേരിട്ട് തന്റെ ജീവനക്കാർക്ക്, തനിക്ക് വേണ്ടിയിട്ട് ഉത്സവത്തിന് വേണ്ടിയിട്ട് സേവിക്കുന്ന ആ സേവകർക്ക് നേരിട്ട് നെയ് വിളമ്പി കൊടുക്കുന്ന ഒരു ഉണ്ണിക്കുട്ടന്റെ രൂപത്തിൽ അവിടെ കണ്ടുവെന്നും ഇത് കണ്ടിട്ട് ഭഗവാനെ കണ്ടിട്ടുള്ള ആവേശത്തോടെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തോട്ട് ചെന്നുവെന്നും ഭഗവാൻ ഇറങ്ങി ഓടിയെന്നും അവിടെ കഴിച്ചുകൊണ്ടിരുന്നവർക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണാൻ സാധിച്ചില്ല. എങ്കിലും വില്ലുമംഗല സ്വാമിയാര് കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെങ്കിൽ അതിന്റെ മുന്നിൽ കൃഷ്ണനുണ്ട് എന്ന് ഭക്തജനങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവരും കൂടെ, പക്ഷെ ഈ വിഭവസമൃദ്ധമായ സദ്യ ഉപേക്ഷിക്കാനും വഴിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഊണ് പകുതിയായതേ ഉള്ളൂ. ആ ഊണിന്റെ വിഭവങ്ങളെല്ലാം കൂടി ഇലയിൽ വാരി പിടിച്ചുകൊണ്ട് അവർ പുറകെ ഓടി, കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ ഓടിയെന്നും. പക്ഷെ കുറെ ഓടിയിട്ടും അവർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി എന്നുള്ള ഉറപ്പിൽ പിന്നീട് കയ്യിലിരുന്ന ഈ ആഹാരം
കുറച്ച് കഴിക്കുകയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോലിക്ക് നമ്മൾ വർണ്ണം തൂവുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി തൂവിക്കൊണ്ട് വള്ളപ്പാട്ടും പാടി ഭഗവാനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠം ചെയ്ത് കുളിച്ച് അത് അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോഴും 9ാം ഉത്സവത്തിന് ഈ നാടകശാല സദ്യ എന്ന് പറയുന്ന ആ ചടങ്ങുകൾ ഒട്ടും തന്നെ ലോപം കൂടാതെ ഇപ്പോഴും നടന്നു വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതൊന്നും വെറും കഥകളല്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ ചരിത്ര സത്യങ്ങളുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ അഭിഷേകത്തിനും അതുപോലെ തന്നെ പാൽപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്കും ഉപയോഗിക്കുന്ന ശുദ്ധജലം എന്ന് പറയുന്ന മണിക്കിണറിലെ വെള്ളമാണ്. ഇപ്പോഴും അഭിഷേകത്തിനും പ്രധാനമായ താന്ത്രിക കാര്യങ്ങൾക്കെല്ലാം മണിക്കിണറിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നാണ് ചെയ്യുന്നത്. അതിനകത്ത് മറ്റാർക്കും തന്നെ പ്രവേശനമില്ല. അതിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് ഇത്രയും പരിശുദ്ധമായ ജലം ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടുന്നുള്ള വെള്ളം കുപ്പിക്കകത്തെടുത്തുകൊണ്ട് പോയിട്ട് തിരുവനന്തപുരത്ത് കെമിക്കൽ ലാബിൽ കൊണ്ടുപോയിട്ട് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തെന്നും പല മാസങ്ങളിൽ വെച്ചിട്ട് പരിശോധിച്ചെന്നും അതിനകത്ത് ബാക്ടീരിയയുടെ അംശം കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം എത്ര കാലം ഇരുന്നാലും അതിന് അത്രത്തോളം ശുദ്ധമായ ഒരു ജലം ഈ മണിക്കണക്കിലെ വെള്ളം പോലെ വേറെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പറ്റാറുമില്ല. ഇവിടുത്തെ പ്രധാന വഴിപാട്, ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് എളുപ്പം കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കദളിപ്പഴവും വെണ്ണയും തന്നെയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്, ഏറ്റവും ലളിതമായിട്ട് കൊടുക്കാൻ പറ്റുന്നതും ഏറ്റവും എളുപ്പം കൊടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരാൾ വന്ന ഉടനെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ചീട്ടാക്കാൻ സാധിച്ചില്ല, എന്ത് കൊടുക്കണം എന്ന് ചോദിച്ചാൽ കദളിപ്പഴവും വെണ്ണയും കൊടുക്കുക ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ്. എന്നാൽ ഇവിടുത്തെ മഹാനിവേദ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചസാര ശൈശ്യം എന്ന് പറയുന്ന വഴിപാടാണ് ഇവിടുത്തെ മഹാനിവേദ്യം എന്ന് പറയുന്നത്. അത് ഇത്ര പറ പാലിനും പഞ്ചസാരയ്ക്കും അരിക്കും അത് ഉണ്ടാക്കാം, അത് നമുക്ക് നേരത്തെ ചീട്ടാക്കണം. പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളൊന്നാണ് ഉണ്ണിയപ്പം. നിത്യേന ഭഗവാൻ ഉണ്ണിയപ്പം വഴിപാട് അത്താഴപൂജയ്ക്ക് ശേഷമുണ്ട്. ഉണ്ണിയപ്പവും കാച്ചിയ പാലവും കരിക്കും നേദിച്ചതിന് ശേഷമാണ് ഭഗവാന്റെ വൈകുന്നേരത്തെ പൂജകൾ അവസാനിക്കുന്നത്. എന്നാൽ അഷ്ടമിരോഹിണി കാലത്ത് പറക്കണക്കിനുള്ള അരി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി ഭഗവാനെ നേദിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, പല ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ കുറച്ച് ഉണ്ടാക്കി കുറച്ച് നേദിച്ച് ബാക്കി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ 36 പറ അരിക്കാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നെങ്കിലും അത് മുഴുവൻ കരിഞ്ഞതും പൊട്ടിയതും പൊടിഞ്ഞതും വരെ നടയിൽ കൊണ്ടുവരണം. അത് ഭഗവാന് കാണണം. നിവേദിച്ചു കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കുകയോ എന്ത് വേണേൽ ചെയ്യുകയോ ചെയ്യാം. പക്ഷെ ഉണ്ടാക്കുന്ന മുഴുവൻ പൊട്ടിയതും പൊടിഞ്ഞതും വരെ കരിഞ്ഞതും വരെ നടയിൽ കൊണ്ടുവന്ന് നേദിക്കണം എന്നാണ് ഇവിടുത്തെ രീതിയും ഭഗവാന്റെ ഇച്ഛയും. അരവണ പായസവും ഭഗവാന് വലിയ ഇഷ്ടമാണ്. കളഭാഭിഷേകം നടത്താം, ഉദയാസ്തമന പൂജയുണ്ട്, അത് നടത്താം. അതൊക്കെ കുറച്ച് ചെലവ് കൂടിയതും അതുപോലെ തന്നെ താന്ത്രികമായ കാര്യങ്ങളും കൂടെ ചേർന്നാണ്. അത് നേരത്തെ നമുക്ക് ബുക്ക് ചെയ്ത് ഇവിടുത്തെ സൗകര്യം അനുസരിച്ച് നമുക്ക് നടത്താം. ഉച്ചപ്പൂജയ്ക്ക് ഭഗവാന്റെ നിവേദ്യം എന്ന് പറയുന്നത് വെള്ള നിവേദ്യം, അതായത് ഹവിസ്, ഉണക്കലരിയുടെ ചോറാണ് നമ്മുടെ ഹവിസ് എന്ന് പറയുന്ന വെള്ള നിവേദ്യം. അതിനോടൊപ്പം തന്നെ ശർക്കര പായസമുണ്ട്. പിന്നീട് പ്രധാന നിവേദ്യമായിട്ട് പാൽപ്പായസമാണ്. ഏറ്റവും അധികം ഭഗവാന് നിവേദിക്കുന്ന പാൽപ്പായസമാണ്. പല ചെമ്പിന്റെ പൂണികളിലും ഈ ഉണ്ടാക്കുന്ന പാൽപ്പായസം അകത്ത് കൊണ്ടുപോയി ഒടുവില് ഓടിന്റെ ഒരു മങ്ങലിക്കകത്ത്, പണ്ട് മുഴുവൻ എല്ലാം മങ്ങലിക്കകത്ത് തന്നെയായിരുന്നു, ഇപ്പൊ ഒടുവില് അതിന്റെ പ്രതീകമായിട്ട് ഒടുവിൽ ഒരു മങ്ങലിക്കകത്ത് കൂടെ കൊണ്ടുപോയിട്ടാണ് പാൽപ്പായസം അവിടെ നിവേദിക്കാറുള്ളത്. വലിയ വാർപ്പിലാണ്, ഈ ഓടിന്റെ വലിയ വാർപ്പിലാണ് പാൽപ്പായസം ഇവിടെ നിർമ്മിക്കുന്നത്. അത് 240 ലിറ്റർ വരെയൊക്കെ ഇവിടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അത് പാലിന്റെ ലഭ്യത, പിന്നെ ദേവസ്വം ബോർഡിന്റെ അനുമതി, ഇതെല്ലാം തന്നെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിന്റെ ബുക്കിങ്ങിനും അതിന്റെ വിതരണത്തിനും ഒക്കെ കുറച്ച് പരിമിതികളുണ്ടാവും. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഗോപാല കഷായം എന്നും മറ്റൊരു പേരുകൂടെ തന്നെ ഉണ്ട്. കാരണം കഷായം പോലെ കുറുക്കി വറ്റിച്ചാണ് ഇത് എടുക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഷുഗർ ഉള്ളവർക്കും അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചാൽ അതുകൊണ്ട് ഷുഗർ വർദ്ധിച്ചു എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല, പഞ്ചസാര പായസമാണെങ്കിൽ പോലും. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ മായാജാല കഥകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.